പ്രാർത്ഥനയെപ്പറ്റി ഈശോ പറയുമ്പോൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്ന് കിട്ടും. വാസ്തവത്തിൽ ഇത് പ്രാർത്ഥനയുടെ 3 ഘട്ടങ്ങളാണ്. ചോദിക്കുക എന്നുള്ളത്, അന്വേഷിക്കുക എന്നുള്ളത്, മുട്ടുക എന്നുള്ളത്. ആദ്യത്തേത് ഏറ്റവും താഴെ തട്ടിലുള്ള പ്രാർത്ഥനയുടെ ഒരു ഭാവമാണെങ്കിൽ അടുത്തത് അതിനേക്കാൾ മുകളിൽ, മൂന്നാമത്തേത് അതിനേക്കാൾ മുകളിൽ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാവമാണ്. ആദ്യത്തേത് ചോദിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ തലത്തിൽ നിൽക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു കുട്ടി, അവൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവളുടെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും പിക്നിക്ക് പോവുകയാണ്. അവൾ വീട്ടിൽ വന്ന് അപ്പൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്ന രംഗം നമ്മൾ മനസ്സിൽ കാണുക. അവളുടെ നോട്ടം പൈസയിൽ മാത്രമാണ്, ഭൗതികമായിട്ടുള്ളൊരു കാര്യമാണ്. അവൾക്ക് പൈസ വേണം. 1000-ഓ 2000-ഓ രൂപ അവൾക്ക് പിക്നിക്ക് പോകാൻ വേണ്ടി വേണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഈ കുട്ടി അപ്പൻ്റെ അടുത്ത് പോയി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് പോലെയാണ്. ഒരു ലിസ്റ്റ് വെച്ച് എനിക്കിത് വേണം അത് വേണം എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത്തെ ആ തലം നോക്കുക, അത് അന്വേഷിക്കുവിൻ എന്നാണ് ഈശോ പറയുന്നത്. നമുക്ക് ഇതേ കുട്ടിയെ തന്നെ എടുക്കാം. ആ കുട്ടി +2 പഠനം കഴിഞ്ഞു. ഇനി എന്ത് പഠിക്കണം എന്നുള്ളതിനെപ്പറ്റി ആകെ കൺഫ്യൂഷനിലാണ്. കൂട്ടുകാർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അവളാകെ കൺഫ്യൂസ്ഡാണ്. ആ കുട്ടി അപ്പൻ്റെ അടുത്ത് വന്ന്, അവിടെ അവൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടല്ല വരുന്നത്, അപ്പൻ്റെ അടുത്ത് വന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അപ്പൻ്റെ അഭിപ്രായവും ആഗ്രഹവും താല്പര്യവും ചോദിക്കുന്നതാണ്. അപ്പൻ്റെ അറിവും അപ്പൻ്റെ ജ്ഞാനവും അപ്പൻ്റെ എക്സ്പീരിയൻസും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഉള്ള ശ്രമമാണ് ആ കുട്ടി നടത്തുന്നത്. തൻ്റെ ഇഷ്ടത്തെക്കാൾ അപ്പുറത്ത് അപ്പൻ എന്താണ് തന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അതാണ് പ്രാർത്ഥനയുടെ ആദ്യത്തേതിൽ നിന്ന് കുറേ കൂടെ വളർന്നിട്ടുള്ള ഒരു ഘട്ടം. ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് സംഭാഷണം നടത്തുന്ന പ്രാർത്ഥനയുടെ ഒരു തലം. അത് സംഭാഷണത്തിൻ്റെ, ദൈവവുമായിട്ട് സംഭാഷണം നടത്തുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു തലമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ ജീവിതത്തിൽ, ദൈവം എന്താണ് എന്നെപ്പറ്റി പദ്ധതിയിട്ടിരിക്കുന്നത് എന്ന് അവിടുന്നുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് മനസ്സിലാക്കാൻ നടത്തുന്ന പ്രാർത്ഥനയുടെ മനോഹരമായിട്ടുള്ള ഭാവമാണ്. മൂന്നാമത്തേത് മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാണ് ഈശോ പറയുന്നത്. ആ പെൺകുട്ടി അവളുടെ പഠനം കഴിഞ്ഞു, അവൾ കല്യാണം കഴിഞ്ഞു, ഭർത്താവുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവൾക്ക് മനസ്സിന് താങ്ങാൻ സാധിക്കാതെ വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ അവളുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അമ്മയെ കാണുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരയുന്നു. ആ ചിത്രമൊന്ന് നമ്മൾ മനസ്സിൽ കാണുക. അവിടെ ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് സംഭാഷണങ്ങളൊന്നുമില്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നില്ല, അമ്മയുടെ ഉപദേശം തേടുന്നില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി വിവാഹമോചനത്തിന് പോകണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. അമ്മയുടെ മാറിൽ തലവെച്ച് തലചായിച്ച് കുറച്ചു നേരം കണ്ണീര് പൊഴിക്കുന്ന ഒരു സാന്നിധ്യത്തിൻ്റെ ഒരു തലമാണ്. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആഴമുള്ള തലം എന്ന് പറയുന്നത്. ദൈവത്തോടൊപ്പം ആയിരിക്കുക, ഒന്നും ചോദിക്കാനില്ല, ഒന്നും പറയാനില്ല. നമ്മുടെ വിഷമങ്ങളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് അവിടുത്തെ മാറോട് തലവെച്ച് തലചായ്ച്ച് ആയിരിക്കുക എന്നുള്ള ഒരവസ്ഥയാണ്. അതാണ് ഇന്ന് സുവിശേഷത്തിലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനെ പറ്റി. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഒരു തലത്തിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന പ്രാർത്ഥന, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ലഭിക്കുന്ന പ്രാർത്ഥന. ഒന്നും ചോദിക്കാനും പറയാനുമില്ലെങ്കിലും നമ്മുടെ എല്ലാ വിഷമങ്ങളുടെയും നടുവിൽ ദൈവത്തോട് ചേർന്ന് ആയിരിക്കുന്ന ഒരവസ്ഥ. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. പ്രാർത്ഥനയുടെ ഏത് തലത്തിലാണ്
ഞാൻ ആയിരിക്കുന്നത്? ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്വന്തം അപ്പൻ്റെ അടുത്ത് പോയി പിക്നിക്കിന് പൈസ ചോദിക്കുന്ന ഒരു തലമാണോ? അതോ ജീവിതത്തിലെ ദിശാസന്ധികളിൽ അപ്പൻ്റെ അഭിപ്രായം ചോദിക്കുന്ന, അപ്പൻ്റെ മനസ്സറിയാൻ ശ്രമിക്കുന്ന മകളാണോ? അതോ ജീവിതത്തിൽ വലിയ വേദനകളുടെ സമയങ്ങളിൽ ഒന്നും പറയാനില്ലാത്ത സമയത്തും അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ മാറിൽ തലചായ്ച്ച് ആ സാന്നിധ്യം അനുഭവിച്ച് ആശ്വാസം കണ്ടെത്തുന്ന മകനാണോ മകളാണോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം.